ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കിനെക്സ്. അപ്പൊ ഇന്ന് നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫിസിക്സ് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ആൾമോസ്റ്റ് ഇതുവരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ 1 മാർക്ക് ക്വസ്റ്റ്യൻസും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ചെറിയ വേരിയേഷൻസ് ഒക്കെ ആയിരിക്കും നാളെ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മക്കൾ ക്ലിയർ ആയിട്ട് പ്രോപ്പറായി മനസ്സിലാക്കിയിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് സെഷനിൽ നിങ്ങൾക്ക് 1 മാർക്ക് പോലും നഷ്ടപ്പെടില്ല. ആ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ മക്കളെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞു? നെയിം ദ പ്രോപ്പർട്ടി ഓഫ് ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ആസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ബേസിക് ചാർജ്. ഒരു ബേസിക് ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് ടോട്ടൽ ചാർജ്. ഇത് എന്ത് പ്രോപ്പർട്ടിയാ മക്കളെ? ഇതിനെ നമ്മൾ വിളിച്ച പേരാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് അല്ലെ. ഇതിനെ നമ്മൾ വിളിച്ച പേരാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. Q is equal to N into E, where N is an integer and E is the fundamental charge. അല്ലെ, അപ്പൊ ഇതെന്തായിരുന്നു? ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ, ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ, ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ക്ലിയർ അല്ലേ? Q is equal to N. The electric flux through a closed surface enclosing an electric dipole is. ഗോസ് ലോ പ്രകാരം നമുക്കറിയാം എന്താ മക്കളെ? phi is equal to Q enclosed by epsilon 0 ആണ്. അതായത് ഒരു ഗോഷ്യൻ സർഫസിലൂടെ പുറത്തു വരുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ആ ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്യപ്പെട്ട ചാർജ് അല്ലെങ്കിൽ ആ ഗോഷ്യൻ സർഫസിനുള്ളിലുള്ള ടോട്ടൽ ചാർജ്, നെറ്റ് ചാർജ് ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പൊ ഇവിടെ നോക്കിയ മക്കളെ, ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ ഒരു ഡൈപോളിനെ അല്ലേ നമ്മൾ ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളേ. അപ്പൊ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് പ്ലസ് ക്യൂ മൈനസ് ക്യൂ അല്ലെ. പ്ലസ് ക്യൂ മൈനസ് ക്യൂ എന്താ? 0 സോ ക്യൂ എൻക്ലോസ്ഡ് എന്ത് വന്നു? 0 വന്നു. വിച്ച് മീൻസ് ദാറ്റ് phi is equal to Q enclosed എത്രയാ? 0 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എന്ത് വരും മക്കളെ? ആൻസർ 0 എന്ന് വരും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ ചാർജ്ഡ് കപ്പാസിറ്റർ എനർജി ഈസ് സ്റ്റോർഡ്. എനർജി, ചാർജ്ഡ് കപ്പാസിറ്ററിൽ എനർജി എവിടെയാ മക്കളെ സ്റ്റോർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദി ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് അല്ലെ. ആ രണ്ട് പ്ലേറ്റുകളുടെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിലാണ് എനർജി സ്റ്റോർ ചെയ്യപ്പെടുക കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. A wire of resistance R and resistivity rho is stretched to 5 times its original length. Its resistivity will. അപ്പൊ ഒരു വയറിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്ട്രെച്ച് ചെയ്ത് അതിന്റെ 5 ഇരട്ടി ലെങ്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റിവിറ്റിക്ക് എന്താ മാറ്റം വരിക? റെസിസ്റ്റിവിറ്റി റിമെയിൻസ് ദി സെയിം അല്ലേ മക്കളെ? റെസിസ്റ്റൻസ് മാറും, പക്ഷെ റെസിസ്റ്റിവിറ്റി മാറോ? ഇല്ല. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയൽ സ്പെസിഫിക് ആണ്. അത് ലെങ്ത് മാറ്റുന്നതിനനുസരിച്ചോ ഏരിയ മാറ്റുന്നതിനനുസരിച്ചോ ഒന്നും എന്ത് ചെയ്യില്ല? മാറില്ല. റെസിസ്റ്റൻസ് ലെങ്ത് മാറ്റിയാൽ മാറും, പക്ഷെ റെസിസ്റ്റിവിറ്റി എന്താണ്? മെറ്റീരിയൽ സ്പെസിഫിക് ആണ്. അതുകൊണ്ട് തന്നെ ലെങ്ത് ഡയമെൻഷൻസ് മാറ്റുന്നതിനനുസരിച്ച് എന്ത് ചെയ്യില്ല? മാറില്ല. ഓക്കെ, സോ റിമെയിൻസ് ദി സെയിം ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഗിവ് ദ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് എന്താ മക്കളെ? റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. A proton is moving along x-axis with a uniform speed, enters in a region of uniform magnetic field applied along y-axis, then the trajectory of proton will be. മക്കളെ, പ്രോട്ടോൺ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് അതിന്റെ വെലോസിറ്റി വെക്ടർ ഏത് ഡയറക്ഷനിലാ? എക്സ് ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാ? വൈ ഡയറക്ഷനിലാണ്. അപ്പൊ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു സർക്കുലാർ പാത്ത് ആയിരിക്കും ട്രേസ് ചെയ്യുക. അതൊരു സർക്കുലാർ ട്രാജക്ടറി ആയിരിക്കും ഫോളോ ചെയ്യുക. ക്ലിയർ ആണ് മക്കളെ? സെറ്റ് ആണ്, റെഡിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ചാർജ്? ചാർജിന് എടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഏതിന്റെ വാല്യൂ ആടാ?
ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലെ, ഫണ്ടമെന്റൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. ആ വാല്യൂ എത്രയാ? -1.6 ഇൻറ്റു 10⁻⁻19 കൂളംബ് ആണ്. ഓക്കെ, സ്മാളസ്റ്റ് വാല്യൂ ഓഫ് ചാർജ് എന്ന് പറയുന്നത് -1.6 ഇൻറ്റു 10⁻⁻19 കൂളംബ് ആണ്. The value of an electric field inside a conductor, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 0 ആണ്. നമ്മൾ അതിലേക്ക് എത്ര എക്സസ് ചാർജ് കൊടുത്താലും ആ ചാർജ് എല്ലാം ആ കണ്ടക്ടറിന്റെ സർഫസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക. യെസ്. What is the SI unit of magnetic field? Magnetic fieldന്റെ SI unit എന്താ? ടെസ്ല. A moving charge produce dash. Magnetic field, electric field, both electric and magnetic field, none of this. മക്കളെ, ഒരു ചാർജ് റെസ്റ്റിലാണ് എന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും എന്തുണ്ടാവും? അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ. ഇനി ചാർജ് മൂവ് ചെയ്യാണ്, ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിന് ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. സോ ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ത്? ആൻസർ. ഓക്കെ, ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, മുന്നോട്ട് പോവാം. The shunt resistance is connected dash series parallel to the galvanometer. അല്ലെ, നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് എന്തിനാ കണക്ട് ചെയ്യുന്നത്? ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റാനാണ് അല്ലെ. അപ്പൊ നോക്കിയേ, ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഗാൽവനോമീറ്റർ. ഇതിനെ അമ്മീറ്റർ ആക്കി മാറ്റാനാണ് നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തത്. സോ അമ്മീറ്റർ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുറെ കറണ്ടിനെ നമുക്ക് ബൈപ്പാസ് ചെയ്ത് കളയണം. അപ്പൊ ബൈപ്പാസ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് അല്ലെങ്കിൽ ആകെ പോസിബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്താ? അതിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ എന്താണ്? പാരലൽ ആയിട്ട്, ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുക. ഓക്കെ, what is the potential at the midpoint of electric dipole? Electric dipole നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു +q ചാർജ് ഉണ്ട്, ഇവിടെ ഒരു -q ചാർജ് ഉണ്ട്. ദെൻ അതിന്റെ മിഡ് പോയിന്റ്, ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ മിഡ് പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, പൊട്ടൻഷ്യലിലെ മിഡ് പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് മൊബിലിറ്റി എന്താ മക്കളെ? മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താ? വോൾട്ട് പെർ മീറ്റർ ആണ് അല്ലെ. സോ എം മുകളിലേക്ക് പോവും. സോ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ വോൾട്ട് സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ വോൾട്ട് സെക്കൻഡ്, അതാണ് എന്ത്? മൊബിലിറ്റിയുടെ SI യൂണിറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് യൂണിറ്റ് അറിയണം നിർബന്ധമൊന്നുമില്ല. ഈ ഇക്വേഷൻ അറിയാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് യൂണിറ്റ് ഉണ്ടാക്കിയെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ഓഫ് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഡാഷ് കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ കപ്പാസിറ്റൻസ് k ടൈംസ്, ഇപ്പൊ k ആണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നുണ്ടെങ്കിൽ k ടൈംസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ഇൻക്രീസസ് ആണ് ആൻസർ വരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓൺ ദി ഇക്വിറ്റോറിയൽ ലൈൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ ഡൈപോൾ, +q -q അല്ലെ. ഈ ഡൈപോളിന്റെ സെന്ററിൽ എന്താണ്? പൊട്ടൻഷ്യൽ 0 ആണ്. ഡൈപോളിന്റെ സെന്ററിൽ മാത്രമാണോ? അല്ല, ഈ ഒരു പ്ലെയിനിൽ മൊത്തം സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു പ്ലെയിനിൽ, ഇപ്പൊ ഇതാണ് ഡൈപോൾ എങ്കിൽ ഇതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ പ്ലെയിനിലെ എല്ലാ പോയിന്റിലും എന്തായിരിക്കും? പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ഓക്കെ, ആ ഒരു ഇക്വിറ്റോറിയൽ പ്ലെയിനിലെ എല്ലാ പോയിന്റിലും എന്തായിരിക്കും? പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. When a charged particle enter perpendicular to a magnetic field, it describe dash path. അല്ലെ, പെർപെൻഡിക്കുലർ ആയിട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പാത്ത് ആയിരുന്നു? സർക്കുലാർ പാത്ത് ആയിരുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു സർക്കുലാർ പാത്ത് ആയിരുന്നു. മുന്നോട്ട് പോവാം. Free charges are integral multiple of basic charge. This principle is known as quantization. വീണ്ടും ചോദിച്ചിട്ടുണ്ട്, quantization of electric charge ആണ്. Yes, device used to store electric charge
ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിനെ എന്താ വിളിച്ചത് മക്കളെ? കപ്പാസിറ്റർ എന്നാണ് വിളിച്ചത് അല്ലെ? എന്താ വിളിച്ചത്? കപ്പാസിറ്റർ എന്നാണ് വിളിച്ചത്. Then electric field is in the direction in which the potential decreases or increases. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ എന്താ മക്കളെ? ഈസ് ഈക്വൽ ടു മൈനസ് dV/dr ആണ് അല്ലെ? So this negative sign shows that the electric field is in the direction in which the potential decreases. Potential decrease ചെയ്യുന്ന ഡയറക്ഷനിലാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. Then mobility is the magnitude of drift velocity per unit electric field. The correct equation is, correct equation എന്താ മക്കളെ? E tau divided by m ആണ് അല്ലെ? മൊബിലിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് E tau divided by m ആണ് അല്ലെ? കാരണം എന്താ? ഡ്രിഫ്റ്റ് വെലോസിറ്റി is equal to എന്തായിരുന്നു? E by m into tau ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ മൊബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണ് അല്ലെ? So that is E divided by m into tau divided by E വരും. ഇയും ഇയും ക്യാൻസൽ ആവും. സോ നമുക്ക് എന്ത് കിട്ടി? E tau divided by m എന്ന് കിട്ടി. ഇവിടെ ടോക്ക് പകരം ടി എന്നാണ് എടുത്തിട്ടുള്ളത്. വാട്ട് എവർ, അതാണ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? A static charge produce magnetic field, electric field, both a magnetic and electric field, none of this. മക്കളെ, ഒരു ചാർജ് റെസ്റ്റിലാണെങ്കിൽ അതിന് ചുറ്റും എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു മോഷനിലാണ്, ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ചാർജ് ഇലക്ട്രിക് ഫീൽഡിനൊപ്പം മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ സ്റ്റാറ്റിക് ചാർജ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലുള്ള ചാർജ് ആണ്. സോ ഇറ്റ് പ്രൊഡ്യൂസ് ഓൺലി ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ പർട്ടിക്കുലർ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഐഡിയൽ അമ്മീറ്റർ. ഓക്കെ, ഒരു ഐഡിയൽ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, ദെൻ പാരലൽ കറണ്ട് attracts or repels and anti-parallel current attracts or repels. പാരലൽ കറണ്ട് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് പരസ്പരം അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ ആന്റി പാരലൽ കറണ്ട്സ് ആണെങ്കിൽ ആ കണ്ടക്ടേഴ്സ് പരസ്പരം റിപ്പൽ ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. When an electric dipole is placed in a non-uniform electric field, it will experience. ഇലക്ട്രിക് ഡൈപോളിനെ നമ്മളൊരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും? നെറ്റ് ഫോഴ്സ് ഓൺലി, ടോർക്ക് ഓൺലി, ബോത്ത് നെറ്റ് ഫോഴ്സ് ആൻഡ് ടോർക്ക്, നെയ്തർ നെറ്റ് ഫോഴ്സ് നോർ എ ടോർക്ക്. എന്ത് സംഭവിക്കും? അവിടെ ഒരു നെറ്റ് ഫോഴ്സും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടോർക്കും ഉണ്ടായിരിക്കും. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ? ഫോഴ്സ് ക്യാൻസൽ ഔട്ട് ആവുള്ളൂ. ഇവിടെ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ബോത്ത് ഫോഴ്സ് ആൻഡ് ടോർക്ക് വിൽ ബി ദർ. ഓക്കെ, അപ്പോ ഫോഴ്സും അതിന് അനുഭവപ്പെടും, അതുപോലെ തന്നെ ടോർക്കും അതിന് അനുഭവപ്പെടും. Then the charge Q is placed at the center of a cube of side A. The electric flux through one of its faces is. ഓക്കെ, അപ്പൊ ഒരു ക്യൂബിന്റെ സെന്ററിൽ നമ്മളൊരു ചാർജിനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്യൂബിലൂടെ പോരുന്ന ടോട്ടൽ ഫ്ലക്സ് എന്തായിരിക്കും? Q by epsilon 0 ആയിരിക്കും അല്ലെ? പക്ഷെ ഒരു സൈഡിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് എന്ത് വരും? Q ഡിവൈഡഡ് ബൈ, മൊത്തം 6 സൈഡ് ആണ്. സോ 1/6 Q ഡിവൈഡഡ് ബൈ epsilon 0 എന്ന് കിട്ടും. ഓക്കെ, ഒരു സൈഡിലൂടെയുള്ള ഫ്ലക്സ് 1/6 ടൈംസ് Q by epsilon 0 ആയിരിക്കും. Then electric potential at infinity is 0. ഓക്കെ, ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ നമ്മൾ 0 ആയിട്ടാണ് എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ് എന്താണ് മക്കളെ? ഫാരഡ് ആണ്. Then resistivity of a material depends on length, area, temperature, all of the above. മക്കളെ, റെസിസ്റ്റിവിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക? ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. ഏരിയ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. ലെങ്ത്തും ഏരിയയും മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറും, റെസിസ്റ്റിവിറ്റി മാറില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. When a charged particles enter perpendicular, ഇത് നമ്മൾ ഒരുപാട് വട്ടം കണ്ടു, എന്താണ്? സർക്കുലർ പാത്ത് ആണ്. Okay, as the number of turns in solenoid current carrying current increases, the magnetic field increases, remains same. Okay, അപ്പൊ നമ്പർ ഓഫ് ടേൺസ്, ഒരു സോളിനോയിഡിനകത്തെ
നമ്പർ ഓഫ് ടേൺസ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് കൂടോ അതോ മാഗ്നറ്റിക് ഫീൽഡ് അതേപോലെ തുടരുമോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആൻസർ എന്ത് വരും മക്കളെ? നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻസൈഡ് സോളിനോയിഡ് ഇക്വേഷൻ എന്താണ്? മ്യൂനോട്ട് NI ആണ്. വേറെ N ഈസ് ദി നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ഈ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ത് ചെയ്യും? അത് ഇൻക്രീസ് ആവാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ആവാണ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് പറയുന്നത് മ്യൂനോട്ട് ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ L ഇൻറ്റു I ആണ് അല്ലെ. അപ്പൊ N ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ് ആവും. അപ്പൊ അത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൾമോസ്റ്റ് ചോദിച്ചിട്ടുള്ള മുഴുവൻ 1 മാർക്ക് ക്വസ്റ്റ്യൻസും ഇതിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ 1 മാർക്ക് ക്വസ്റ്റ്യൻസും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ മക്കൾ നന്നായിട്ട് തന്നെ നാളത്തെ എക്സാം എഴുതുക. ആൾ ദ വെരി ബെസ്റ്റ്. സീ യു അഗൈൻ. ടാറ്റാ ബൈ ബൈ.